തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഇതാ ഒരു ഉത്സവ പ്രതീതി ഉണർത്തി കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആഘോഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 14-ാം തിരുവചനം. ക്രിസ്തു ഉയിർപ്പിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. ഇന്ന് ഈ വചന ശുശ്രൂഷ ചെയ്യുന്ന ഞാൻ, ശ്രവിക്കുന്ന നിങ്ങൾ, ഇതിനാധാരമായിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ അതുതന്നെയാണ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ് ഞങ്ങളുടെ സാക്ഷ്യ ജീവിതത്തിന് ആധാരം. എന്താണ് ഉയിർപ്പ് ഞായർ? ദുഃഖവെള്ളിയിൽ ജയിച്ചവർ പരാജയപ്പെട്ട ദിനമാണ് ഉയിർപ്പ് ഞായർ. ദുഃഖവെള്ളിയിൽ അവർ വിജയത്തിൻ്റെ അട്ടഹാസം മുഴക്കി. ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു. ഇതാ ലോകരക്ഷകനായി വന്നവൻ മനുഷ്യരാൽ പീഡിപ്പിക്കപ്പെട്ട് മനുഷ്യരാൽ കൊല്ലപ്പെട്ട ദിവസം. എന്നാൽ ദുഃഖവെള്ളിയിൽ അവനെ പരാജയപ്പെടുത്തിയെന്ന് ആരെല്ലാം കരുതിയോ വിചാരിച്ചുവോ അവരെല്ലാവരും തോറ്റ ദിവസമാണ് ക്രിസ്തു കുരിശിൽ മരിച്ച് 3 നാൾ ഉയർത്ത ആ ഉത്ഥാനത്തിൻ്റെ ദിവസം. സ്നേഹമുള്ള ദൈവമക്കളെ, ജീവിതത്തിൽ പലപ്പോഴും അനർത്ഥങ്ങളും അക്രമങ്ങളും ചെയ്ത് വിജയിച്ചു എന്ന് ആരെല്ലാം കരുതുന്നുണ്ടോ അവർക്കെല്ലാം ഒരു തോൽവിയുടെ സുവിശേഷം തന്നെയാണ് ഈസ്റ്റർ തരുന്നത്. തിന്മ ഒരിക്കലും വാഴുകയില്ല. നന്മയ്ക്ക് തിന്മയുടെ മേൽ ആധിപത്യമുണ്ട് എന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഈ ഈസ്റ്റർ അങ്ങനെ ഒരു സന്ദേശം തന്നെ ആദ്യം നമ്മളിലേക്ക് തരുന്നുണ്ട് എന്നറിയുക. സ്നേഹമുള്ള ദൈവമക്കളെ, മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയ ദിവസമാണ് ഈസ്റ്റർ. മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. മനുഷ്യൻ ദൈവത്തെ നിഹനിക്കാമെന്ന് കരുതി. എന്നാൽ ആ ദൈവം മനുഷ്യൻ്റെ കണക്കുകൂടലുകളെല്ലാം അതിജീവിച്ച് വിജയിച്ച ദിവസം തന്നെയാണ് ഈസ്റ്റർ. പ്രധാനമായും ഇന്ന് 2 ആശയങ്ങളിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ആശയം, ഈസ്റ്റർ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തീയ സഹനത്തിന് അർത്ഥമുണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് തൻ്റെ ജീവിതത്തിൽ മരണത്തിനർത്ഥമുണ്ട്, സഹനത്തിനർത്ഥമുണ്ട്, പീഡനങ്ങൾക്ക് അർത്ഥമുണ്ട്. ആഫ്രിക്കയിൽ 19-ാം നൂറ്റാണ്ടിൽ മുവാങ്വ എന്നു പേരുള്ള ഒരു യുവരാജാവ് വാണിരുന്നു. 18 വയസ്സേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ യുവരാജാവ് ജഡികമായ താല്പര്യങ്ങൾക്കും ഈ ലോകത്തിൻ്റെതായ സുഖങ്ങൾക്കും ഏറെ പ്രാധാന്യം കൊടുത്ത്, എന്നാൽ ദൈവത്തിന് ഒരു സ്ഥാനം പോലും ജീവിതത്തിൽ കൊടുക്കാത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു ഉന്മാദിയായിരുന്നു. എങ്ങനെയെങ്കിലും അധികമായി ഭക്ഷിക്കണം, ശാരീരികമായ സുഖങ്ങൾ നേടണം, ഈ ഒരു ആഗ്രഹം മാത്രമുണ്ടായിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് സ്വവർഗരതി. അതിനുവേണ്ടി അദ്ദേഹം, ഒരു രാജാവായ മനുഷ്യൻ, ആ നാട്ടിലെ ദൃഢഗാത്രരായ ഒരുമാതിരി എല്ലാ യുവാക്കളെയും പ്രേരിപ്പിച്ചിരുന്നു, ഉപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ കാലഘട്ടങ്ങളിലാണ് 19-ാം നൂറ്റാണ്ടിൽ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വിശ്വാസം മനുഷ്യക്കുരി നടക്കുന്നത്. ആംഗ്ലിക്കൻ സഭയിൽ 23 പേർ രക്തസാക്ഷികളായി. കത്തോലിക്ക സഭയിൽ 22 പേർ രക്തസാക്ഷികളായി. ഇവരെ സന്ദർശിക്കുവാൻ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചെന്നിട്ടുണ്ട്. നമ്മളുടെ മാർപ്പാപ്പ, ഇപ്പോഴത്തെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പ 2015-ലും ഈ രക്തസാക്ഷികളുടെ കബറിടം സന്ദർശിച്ചിട്ടുണ്ട്, അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ രക്തസാക്ഷികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന, കത്തോലിക്കരായ 22 രക്തസാക്ഷികളുടെ നേതാവ് എന്ന് അറിയപ്പെട്ടിരുന്ന വ്യക്തി ചാൾസ് ലുവങ്ക എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ചാൾസ് ലുവങ്കയെ 18 വയസ്സുകാരൻ രാജാവ് പിടിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ എന്നോടൊപ്പം രമിക്കുക. അദ്ദേഹം പറഞ്ഞില്ല, ഇത് ദൈവത്തിന് നിരക്കാത്ത ഒരു ജോലിയാണ്, ഞാനിത് ചെയ്യില്ല. ഉടനെ ഈ യുവരാജാവ് ചാൾസ് ലുവങ്കയെ തീയിലിട്ട് ചുട്ടുകൊല്ലാൻ കൽപ്പിച്ചു. അവൻ്റെ മരണം നോക്കി നിന്നു എന്നാണ് പറയുന്നത്.
ഇതുപോലെ തന്നെ മരണമടഞ്ഞ ഈ 22 വിശുദ്ധരിൽ, കത്തോലിക്ക വിശുദ്ധരിൽ ഒരാളാണ് മത്തിയാസ് മലുംബ എന്ന് പറയുന്ന വ്യക്തി. ഈ മത്തിയാസ് എന്ന് പറയുന്ന വിശുദ്ധനെ, ഈ യുവാവിനെ ഈ രാജാവ് പിടിച്ചുകൊണ്ട് വന്ന് തന്നോടൊപ്പം പാപത്തിൽ ഏർപ്പെടുവാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ മത്തിയാസ് പറയുന്ന ഒരു വാക്കുണ്ട്. എൻ്റെ മാമോദീസായുടെ സമയത്ത് ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, എൻ്റെ കർത്താവിന് മരണം വരെ വിശുദ്ധമായ വിശ്വസ്തത സമ്മാനിക്കുമെന്ന്. അതുകൊണ്ട് എൻ്റെ ശരീരത്തിലൂടെ നിനക്ക് ആനന്ദം കണ്ടെത്തുക എന്നുള്ള ആഗ്രഹം നീ നിഗനിക്കുക, ഞാൻ അതിന് തയ്യാറല്ല എന്ന്. ഉടനെ തന്നെ ഈ രാജകുമാരൻ ഇവനെ എന്തു ചെയ്തെന്നറിയുമോ? ഇവൻ്റെ കൈകളും കാലുകളും മുട്ടിന് കീഴ്പോട്ടേക്ക് അറുത്ത് മാറ്റുവാൻ കൽപ്പിക്കുക. കൽപ്പന നിറവേറ്റി രാജാവിന് മുമ്പിൽ വെച്ച് തന്നെ ഈ മത്തിയാസ് എന്ന് പറയുന്ന ഈ യുവാവിൻ്റെ കൈകളും കാലുകളും മുട്ടിന് കീഴ്പോട്ടേക്ക് അറുത്ത് മാറ്റി. അവൻ ചോരയിൽ കിടന്ന് പിടയാണ്. പിടയുന്ന സമയത്ത് രാജാവ് ഇവനോട് ചോദിച്ചു, ഇനിയെങ്കിലും നിനക്ക് മനസ്സുണ്ടോ? ഇനിയെങ്കിലും നിനക്ക് മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, എൻ്റെ പ്രാണൻ പോയാലും ഞാൻ ഈ പാപത്തിന് കൂട്ടുനിൽക്കുകയില്ല. രാജാവ് ചെയ്ത അടുത്ത പണിയെന്ന് പറയുന്നത് ഭടന്മാരോട് അവൻ്റെ മുതുകിൽ നിന്ന് മാംസം മുറിച്ചെടുക്കാനായിട്ട് പറഞ്ഞു. അവർ കത്തി കൊണ്ടുപോയി അവൻ്റെ മുതുകിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് ഈ വ്യക്തി കാണുമ്പോൾ തന്നെ, കണ്ടുകൊണ്ടിരിക്കെ അവരുടെ മുൻപിൽ വെച്ച് പാചകം ചെയ്ത് ഭക്ഷിച്ചു. 3 ദിവസമായിരുന്നു നരകവേദന. ഈ നരകവേദനയിൽ ഈ വിശുദ്ധൻ പറഞ്ഞു, എൻ്റെ ഈ ശരീരം നിങ്ങൾക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും, പക്ഷേ ഇതിനുള്ളിലൊരു ആത്മാവുണ്ട്, ഈ ആത്മാവിനെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്ന് ആഫ്രിക്കയിൽ അതിനുശേഷം ഈ 22 പേരുടെ നാമധേയത്തിൽ ഓരോ വിശുദ്ധൻ്റെയും പേരിൽ ദേവാലയങ്ങളുണ്ട്. വിശ്വാസം വർദ്ധിപ്പിക്കപ്പെട്ടു. ധാരാളം പേര് ഇന്ന് വിശ്വാസികളായിട്ട് മാറിയിരിക്കുക. സത്യത്തിൽ ആരാണ് വിജയിച്ചത്, ആരാണ് തോറ്റത്? ഒരുപക്ഷെ ആ രാജാവ് ഇവരെ വധിച്ചപ്പോൾ ചിന്തിച്ചിരിക്കാം, ഞാൻ വിജയിച്ചു, എൻ്റെ ഇഷ്ടങ്ങൾക്ക് എതിർത്ത ഈ വ്യക്തികളെ മുഴുവൻ ഞാൻ കൊന്നു. പക്ഷേ സത്യത്തിൽ അതൊരു വിജയമായിരുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ പറയുന്നു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അതെ, ക്രിസ്തുവിൽ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ടോ, ക്രിസ്തുവിൽ ആരെല്ലാം വിശ്വസിച്ച് അവന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നുണ്ടോ, അവരെല്ലാവരും ജീവിക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാർ തന്നെ മരിച്ചുപോയവരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 2 തരം ഓർമ്മകളാണ് അവശേഷിക്കുക. നമ്മുടെ മാതാവോ പിതാവോ കൂടപ്പിറപ്പോ നമ്മെ നല്ല രീതിയിൽ പരിപാലിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ത്യാഗങ്ങൾ നമുക്ക് വേണ്ടി അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അവരുടെ ജീവനുറ്റുന്ന ഓർമ്മകൾ തന്നെയായിരിക്കും മരണശേഷവും നമുക്ക് അവർ സമ്മാനിക്കുന്നത്. എന്നാൽ അകൃത്യങ്ങൾ ചെയ്ത്, കുറ്റകൃത്യങ്ങൾ ചെയ്ത്, ഒരിക്കലും ഇഷ്ടമല്ലാത്ത രീതിയിലായിരുന്നു അവരുടെ ജീവിതം എന്നുണ്ടെങ്കിലോ അത് ആ ഓർമ്മ നശിച്ചു പോവുകയുള്ളൂ. സ്നേഹമുള്ളവരെ, കർത്താവിന് വേണ്ടി ആരെല്ലാം നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടോ, ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ, അവളുടെ ഓർമ്മയെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതുതന്നെയാണ് ഈശോ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ ഇപ്രകാരം വചനം പറയുന്നു, ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. അത് ക്രിസ്തുവിലാണ് നമ്മുടെ ജീവൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 55-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ വിജയം എവിടെ? ഈ വചനത്തിന് മറ്റൊരർത്ഥമുണ്ട്. മറ്റുള്ളവരെ കൊല്ലുന്നവരെ, നിന്റെ വിജയം എവിടെ? മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവരെ, നിങ്ങളുടെ വിജയം എവിടെ? നിങ്ങൾ വിജയിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ? ഇല്ല. ജീവിച്ചിരിക്കുന്ന വിശുദ്ധരെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വിശുദ്ധരുടെ ജീവിതം, ഓരോ വിശുദ്ധനും ആ കാലഘട്ടത്തിൽ തോറ്റുവെന്ന് അവനെ പരാജയപ്പെടുത്തിയവർ ചിന്തിച്ചിരുന്നവരാണ്. എന്നാൽ
ആ വിശുദ്ധരെല്ലാം ഇന്നും ജീവിക്കുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനത്തിൽ 7-ാം അധ്യായത്തിൽ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന എസ്തപ്പാനോസ് അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. കഠിനമായ പീഡനങ്ങൾക്ക് നടുവിൽ എസ്തപ്പാനോസ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: ഇതാ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു, ഇതാ ദൈവപുത്രനെ ഞാൻ ദർശിക്കുന്നു, സിംഹാസനത്തിൽ അവിടുത്തെ ഞാൻ കാണുന്നു, ദൈവത്തെ ഞാൻ ദർശിക്കുന്നു എന്നാണ് എസ്തപ്പാനോസ് പറയുന്നത്. സ്നേഹമുള്ള ദൈവമക്കളെ, ആരെല്ലാം സഹനങ്ങൾ ഏറ്റെടുക്കുന്നുവോ അവരെല്ലാവരും ദൈവപുത്രനെ ദർശിക്കും. എസ്തപ്പാനോസിനെ അവർ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ഒരുപക്ഷെ ക്രിസ്തു മരിച്ചതുപോലെ സുവിശേഷത്തിൽ മരിച്ചു എന്ന് അവകാശപ്പെടാവുന്ന ഒരു രക്തസാക്ഷി എസ്തപ്പാനോസാണ്. കാരണമുണ്ട്. അവൻ പറയുന്ന വാക്കുകൾ പ്രകാരമാണ്: ഇതാ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഒരു വാക്ക് പറഞ്ഞിട്ടാണ് ഈശോ മരിക്കുന്നത്. അതേ വാക്ക് ഉച്ചരിച്ചതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച എസ്തപ്പാനോസ് മരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പീഡിപ്പിക്കപ്പെടുന്നവർ ജീവിക്കുന്നു, പീഡിപ്പിക്കുന്നവർ മരിക്കുന്നു. ഈശോ നൽകുന്ന വളരെ ശക്തമായ ഒരു സന്ദേശമാണത്. പീഡിപ്പിക്കപ്പെടുന്നവർ അവർ ജീവിക്കുന്നു, പീഡിപ്പിക്കുന്നവർ അവർ മരിക്കും. അവർക്ക് ശാശ്വതമായ നിലനിൽപ്പില്ല. പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവത്തിൽ വിശ്വസിച്ച 3 യുവാക്കന്മാരുടെ കഥ. അത് വായിക്കുമ്പോഴും ഓരോ തവണ വായിക്കുമ്പോഴും ഒരു വല്ലാത്തൊരു ഊർജം നമ്മിൽ വന്നു ചേരുന്നത് പോലെ വിശ്വാസത്തോടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുഭവഭേദമാകും. 3 യുവാക്കന്മാരുടെ കഥ ഇപ്രകാരമാണ് വിവരിക്കുന്നത്. ഷദ്രാക്ക്, മെഷക്, അബദ്നഗോ. ഈ 3 യുവാക്കന്മാരെ നെബൂഖദ്നേസർ രാജാവ് ഈ 3 യുവാക്കന്മാരെ പിടിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് രാജാവ് ഇവരോട് പറയുന്നു: ദേ ബാലിൻ്റെ സുവർണ പ്രതിമ ഉണ്ടാക്കിയിരിക്കുക, നിങ്ങൾ ഈ വിഗ്രഹത്തെ ആരാധിക്കണം. അവർ പറഞ്ഞു, പറ്റില്ല, ഞങ്ങൾക്ക് ഒരേ ഒരു ദൈവമുള്ള ഇസ്രായേലിൻ്റെ ദൈവം, ഈ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ഞങ്ങൾ ആരാധിക്കുകയില്ല, താണു വണങ്ങുകയുമില്ല. നെബൂഖദ്നേസർ രാജാവ് ഉടനെ തന്നെ തൻ്റെ ഭൃത്യന്മാരോട് കൽപ്പിച്ചു, തീയിലേക്ക് ഇവരെ എറിയുവാനായിട്ട് ആ തീ കുണ്ടത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുക. എന്നിട്ട് വചനം പറയുന്നത് പ്രകാരമാണ്: ആ തീകുണ്ടത്തിലേക്ക് വിറക് ഇടുവാനായിട്ട് പോയവർ ആ തീകുണ്ടത്തിൻ്റെ ചൂടേറ്റ് മരിച്ചു വീണത്രേ. അത്രമാത്രം ചൂട് അതിനുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് പോലും ഈ 3 യുവാക്കന്മാർ രാജാവിൻ്റെ ആ കൽപ്പന അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. പിന്നീട് ഇവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: ഇസ്രായേലിൻ്റെ രാജാവായ ദൈവം, സർവശക്തനായ ദൈവം, ഈ എരിയുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി അഥവാ ആ ദൈവം ഞങ്ങളെ ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷിച്ചില്ല എങ്കിലും നെബൂഖദ്നേസർ രാജാവേ, നിന്നെയോ നീ ഉണ്ടാക്കിയ ഈ വിഗ്രഹത്തെയോ ആരാധിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നെബൂഖദ്നേസർ രാജാവ് ഭടന്മാരോട് കൽപ്പിച്ച് ഇവരെ തൂക്കിയെടുത്ത് അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയാണ്. പിന്നീട് വരുന്ന വചനം ഏതൊരു വിശ്വാസിക്കും മനസ്സിൽ കുളിർമ കോരിയിടുന്ന ഭാഗമാണ്. ആ യുവാക്കളെ സ്വർഗത്തിൽ നിന്ന് അഗ്നികുണ്ഡത്തിലേക്ക് മഞ്ഞുകണങ്ങൾ ഇറങ്ങി വന്ന് അവരെ പൊതിഞ്ഞു എന്നാണ് പറയണേ. ആ അഗ്നിയുടെ ചൂട് അവരെ സ്പർശിച്ചില്ല. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ ഈ വിശ്വാസത്തിന് മൂല്യം കൊടുക്കണം. സത്യത്തിൽ ഈശോ ഒരു ധർമ്മത്തിന് വേണ്ടി നിലനിന്നതുകൊണ്ടാണ് മരിച്ചത്. ആ സത്യത്തിന് വേണ്ടി അവൻ മരിച്ചു. അതുകൊണ്ടാണ് പുനരുദ്ധാനത്തിലേക്ക് അവനെ നയിച്ചതും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇന്ന് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ വിജയം, സത്യത്തിൻ്റെ വിജയം, നീതിയുടെ വിജയം ഈ ഉദ്ധാന മഹോത്സവം നമുക്ക് പകുത്തു നൽകുന്നുണ്ട്. ഈസ്റ്റർ നൽകുന്ന രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, സ്നേഹമുള്ള ദൈവമക്കളെ, ജീവിതത്തിൽ എല്ലാത്തിനും ഒരു അർത്ഥമുണ്ട്. തീരാത്ത ഒരു ദുരന്തങ്ങളില്ല. മനുഷ്യൻ പ്രത്യാശയോടുകൂടി ആയിരിക്കണം. പ്രത്യാശയുടെ ഒരു സുവിശേഷം ഈശോ പുനരുദ്ധാനത്തിൻ്റെ ദിവസം നമുക്ക് നൽകുന്നുണ്ട്. ഉദിതനായ ക്രിസ്തു നമുക്ക് നൽകുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. മഗ്ദലന മറിയമാണല്ലോ അന്വേഷിച്ച് മരണമടഞ്ഞ ഈശോയെ അന്വേഷിച്ച് ചെല്ലുന്നത്, കബറിടത്തിലേക്ക് ചെല്ലുന്നത്.
അപ്പോൾ ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് മഗ്ദലനയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിത ദുഃഖങ്ങളിലേക്ക് കടന്നു വന്ന് ഉദ്ധിതനായ ഈശോ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, മകനെ മകളെ, നീ എന്തിനാ കരയുന്നേ? വാട്ട് ഹാപ്പൻ ടു യു? എന്താണ് നിന്റെ ആകുലത? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയുന്നു, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. വിലപിക്കുന്ന ഓരോ വ്യക്തിയും, ദുരിതം അനുഭവിക്കുന്ന ഓരോ വ്യക്തിയും ആശ്വസിപ്പിക്കപ്പെടും. ആ ആശ്വാസദായകനായിട്ട് അവതരിക്കുന്ന വ്യക്തിയുടെ പേരാണ് ഈശോ ക്രിസ്തു. നീ എന്തിനാ കരയുന്നേ? മഗ്ദലന പറയും, ഉടനെ പറയാ, അതെ എൻ്റെ ഗുരുനാഥൻ്റെ ശരീരം ആരോ എടുത്തിട്ട് പോയി, അത് കാണുന്നില്ല. അത്രമാത്രം വേദനയോടുകൂടി അവൾ ആ സ്നേഹിച്ച ഗുരുവിനോടുള്ള സ്നേഹം പങ്കുവെക്കുമ്പോൾ ആ ദൂതന്മാർ പറയുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു, ബി ഫ്രീ, സന്തോഷവതിയായിരിക്കുക, ആനന്ദവതിയായിരിക്കുക, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയണേ. ഒരു സംഭവം പ്രകാരം ഓർക്കുകയാണ്. 2005 മെക്സിക്കോയിൽ നടന്ന ഒരു സംഭവം. ഒരു പക്ഷേ നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. മെക്സിക്കോയുടെ സാൻ ബ്ലാസ് എന്ന നഗരത്തിൽ നിന്ന് ഒരു 600 കിലോമീറ്റർ സാൻ ബ്ലാസ് എന്ന നഗരത്തിൽ നിന്നും 600 കിലോമീറ്റർ ദൂരെയുള്ള ഒരു നഗരത്തിൽ നടക്കുന്ന സംഭവമാണ്. അവിടെ നിന്നും 3 പേര് മീൻ പിടിക്കാനായിട്ട് കടലിലേക്ക് പോവുകയാണ്. ഉൾക്കടലിലേക്ക് കുറേ ദൂരം അവർ സഞ്ചരിച്ചു, യാത്ര ചെയ്തു കഴിഞ്ഞ് നടുക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അവരുടെ ബോട്ടിൻ്റെ എൻജിൻ തകരാറിലാവുകയാണ്. എൻജിൻ തകരാറിലായതിനു ശേഷം അവർ അത് നന്നാക്കുവാനായിട്ട് പരമാവധി പരിശ്രമിക്കുന്നുണ്ട്, എന്നാൽ കഴിയുന്നില്ല. ഈ അവസരത്തിൽ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഇങ്ങനെ 3, 4, 5 ദിവസങ്ങൾ കഴിഞ്ഞു. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കടപ്പുറത്ത് ജീവിക്കുന്നവർക്കൊക്കെ അറിയാം, മീൻ പിടിക്കാൻ പോകുന്നവർക്കൊക്കെ അറിയാൻ സാധിക്കും, ആ ബോട്ടിൽ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഒക്കെ അവർക്ക് ഭക്ഷണം അവർ കരുതുകയുള്ളൂ. ഇതിന് ശേഷം അവർ എവിടെ നിന്ന് ഭക്ഷിക്കും? ഇവരുടെ ഭക്ഷണം തീർന്നു തുടങ്ങി. ഇതിനിടയിൽ വലിയ കാറ്റും കോളും വരുന്നു. ബോട്ടിൻ്റെ പല ഭാഗങ്ങളും അടർന്ന് കടലിലേക്ക് തന്നെ വീഴാൻ തുടങ്ങി. ഇവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. സ്നേഹമുള്ള ദൈവമക്കളെ, തായ്ലാൻഡിൽ നിന്ന് വന്ന ഒരു മത്സ്യബന്ധന യാനം 11 മാസങ്ങൾക്ക് ശേഷമാണ് ഇവരെ കണ്ടെത്തി രക്ഷിക്കുന്നത്. 11 മാസങ്ങൾക്ക് ശേഷം, 1-2 ദിവസമോ 1-2 മാസങ്ങളോ അല്ല, 11 മാസങ്ങൾക്ക് ശേഷം ഈ 3 പേരും രക്ഷിക്കപ്പെടുകയാണ്. ഇതിൽ ഏറ്റവും ആകർഷകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവർ ക്രിസ്തീയ വിശ്വാസികളായിരുന്നു. എന്നിട്ട് ഇവരുമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തിയ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അവരോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഈ 11 മാസം കടലിൽ കടന്നപ്പോൾ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? തിരിച്ചു വരുമെന്ന് തീരമണയുമെന്നും നിങ്ങളുടെ ബന്ധുമിത്രാദികളെ കാണുമെന്നും നിങ്ങൾ കരുതിയോ, വിചാരിച്ചുവോ? അപ്പോൾ അവർ പറഞ്ഞ മറുപടി പ്രകാരമായിരുന്നു, ഓരോ ദിവസം കഴിയുന്തോറും സത്യമായിട്ടും ഞങ്ങളുടെ മനസ്സിൽ ഭീതിയേറി, എന്നാൽ എത്രമാത്രം ഭീതിയേറിയോ അത്രമാത്രം ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങളുടെ ജീവൻ അറ്റു വീഴുന്നത് നോക്കി ഞങ്ങളുടെ ശിരസിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഞങ്ങളന്ന് ഞങ്ങളുടെ കൂടെ ബൈബിൾ കൊണ്ടുപോയിരുന്നു. ഈ ബൈബിൾ ഗ്രന്ഥം തുറന്ന് ഞങ്ങൾ മിക്കവാറും വായിക്കുമായിരുന്നു. അതിൽ സങ്കീർത്തനം ഞങ്ങൾ ഉറക്കെ ഉരുവിട്ട് പാടുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ജപമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ഇവർ പറയുക, ഞങ്ങളുടെ വിശ്വാസം എത്രമാത്രമായിരുന്നു. ഈ 27 അടി ഉയരമുള്ള ഈ ബോട്ടിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ ഒരു ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷിക്കപ്പെടും. 27 അടി ഉയരമുള്ള ഈ ബോട്ടിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ ഒരു ദൈവമുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷിക്കപ്പെടും. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു ദുരന്തത്തിൻ്റെ മുകളിലും ഒരു ദൈവമുണ്ടെന്നേ. ദൈവമുണ്ട്. ആ ദൈവത്തിനെ നമ്മൾ രക്ഷിക്കാൻ കഴിയുള്ളൂ. ശിഷ്യന്മാർ കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഈശോ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും കാറ്റും കോളും വന്നില്ലേ?
നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ, ദുരന്തങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഈശോ കൂടെ ഇല്ലാത്തതിൻ്റെ ലക്ഷണമല്ല. അവിടുന്ന് കൂടുതൽ ശക്തിയോടെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നതിൻ്റെ അടയാളമാണ്. പ്രതീക്ഷയുള്ളവരായിട്ട് ജീവിക്കുക, പ്രതീക്ഷയുള്ളവരായിട്ട് ജീവിക്കുക. ഈ ഈസ്റ്റർ നമുക്ക് നൽകുന്ന ശക്തമായ രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത് പ്രതീക്ഷയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. പെരുമ്പടം ശ്രീധരൻ്റെ അരൂപിയുടെ 3-ാം പ്രാവ് എന്ന പുസ്തകത്തിൽ ഷെവലിയാർ വല്യപ്പനോട് ആൻഡ്രൂസ് എന്ന് പറയുന്ന യുവാവ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ സഹനം കർത്താവിന് മനസ്സിലാക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് അവിടുന്ന് ഇത്ര നിശബ്ദൻ? അപ്പോൾ അതിന് പ്രായം ചെന്ന ഈ മനുഷ്യൻ മറുപടി പറയുന്നുണ്ട്, മകനെ, ദൈവം നിശബ്ദനൊന്നുമല്ല. അവിടുന്ന് നിൻ്റെ സഹനങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അവിടുത്തെ ഭാഷ നിനക്ക് മനസ്സിലാകുന്നില്ല. പലപ്പോഴും അവിടുന്ന് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അവിടുത്തെ സംസാരം നിനക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ആ കേൾക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ശാന്തമാകുക, അവിടുന്ന് ചാരിയുണ്ടെന്ന് വിശ്വസിക്കുക. ഈ ഒരു സഹനത്തിൽ നിന്ന് നിന്നെ അവിടുന്ന് കരകയറ്റും. സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്ന് ഈസ്റ്ററിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളെ ഇന്ന് അലട്ടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ കർത്താവ് ഇടപെടുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനം, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ആ വചനം ഉദിതനായ ക്രിസ്തുവിൽ തെളിഞ്ഞു. അത് പൂർത്തിയായി. മനുഷ്യർ തോറ്റിടത്ത് ദൈവം ജയിക്കും. നിന്റെ ജീവിതത്തിൽ ഇനി അസാധ്യമെന്നൊന്ന് ഉണ്ടാകരുത്. ദൈവത്തിൽ നീ ആശ്രയം അർപ്പിക്കുക. കഴുകനെ പോലെ നീ ചിറകടിച്ച് ഉയരും. പ്രത്യാശയോടെ ജീവിക്കാനായിട്ടുള്ള വരം ദൈവം നിനക്ക് തരട്ടെ. ലൂക്ക 1:37 അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ല. ഈ ഈസ്റ്റർ ദിനത്തിൽ കർത്താവിൻ്റെ ഉദിതനായ ക്രിസ്തുവിൻ്റെ ആ പ്രകാശരേണുക്കൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും പറന്ന് ഇറങ്ങുവാനുള്ള ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഉദിതനായ ക്രിസ്തു വാഗ്ദാനം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയട്ടെ. സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലേക്കും വന്ന് നിറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രത്യേകം ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നതായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടാകരുത് എന്നുള്ള ബോധ്യം, ആ ബോധ്യത്തിൽ വളരുവാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. ഈശോ ചാരയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈശോ ചാരയുണ്ടെന്ന് വിശ്വസിക്കാം. അന്ധയാചകൻ പോലും തൻ്റെ അകക്കണ്ടുകൊണ്ട് കണ്ടവൻ്റെ പേരാണ്, ആ കാഴ്ചയുടെ പേരാണ് ക്രിസ്തു. അവനിന്ന് നിൻ്റെ ചാര നിൽപ്പുണ്ട്. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ പിതാവേ, അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ പുത്രനായ ഈശോയുടെ ഉദ്ധാനം ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ജീവിതത്തിൽ പ്രത്യാശയോടെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന ദുരന്തങ്ങൾ, ദുഃഖങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ ഈശോയെ അങ്ങയിലേക്ക് കണ്ണുകൾ ഉറപ്പിച്ച് ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കുരിശിൻ ചുവട്ടിൽ സ്വന്തം മകൻ്റെ രക്തത്തിൽ ചവിട്ടി നിന്ന പരിശുദ്ധമ്മേ, പരിശുദ്ധ ലാസ്ലേറ്റ് അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ.